ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കാലറി ഇൻ ആൻഡ് കാലറി ഔട്ടിനെ കുറിച്ച്. എന്താണ് കാലറി എന്ന് പോലും പലർക്കും അറിയില്ല. ഓൾറെഡി ഞാൻ കാലറീസിനെ കുറിച്ച് പണ്ടൊരു വീഡിയോ ഇട്ടുണ്ട്, ഒന്നുകൂടി വീഡിയോ ഇടാം. കാലറി ഇൻ ആൻഡ് കാലറി ഔട്ടിനെ നമ്മൾ പറയുന്നതാണ് സീക്കോ മോഡ്. അത് കാലറീൻ്റെ ഫസ്റ്റ് സി, ഇന്നിൻ്റെ ഐ, പിന്നെ കാലറിൻ്റെ സി ആൻഡ് ഒ, ഔട്ടിൻ്റെ ഒ. ഇതിന് 3 പ്രിൻസിപ്പിളാണുള്ളത്. ഓക്കെ, അതിന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കാലറി ഇൻ ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് എത്തുക? അത് 3 ന്യൂട്രിയൻ വെച്ചിട്ടാണ്. ഒന്ന് പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബ്സ്. ഇനി കാലറി ഔട്ട്, എങ്ങനെയാണ് നമ്മൾ കാലറി എക്സ്പെൻസ് ചെയ്യുക? ഒന്ന് പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലറി ചിലവാക്കുന്നുണ്ട്, എക്സ്പെൻസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഡെയിലി ആക്ടിവിറ്റി. നമ്മൾ നടക്കുക, ഇരിക്കുക, ആരോടെയും വർത്തമാനം പറയുക, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, വാഷ് ചെയ്യുക, അതാണ് ഡെയിലി ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ കാലറി എക്സ്പെൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ്? ഡൈജഷൻ. എന്താണ് ഡൈജഷൻ? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മെറ്റബോളിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മാറ്റരുത്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓൾ കെമിക്കൽ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്താ പറയുക, മെറ്റബോളിസം. അനബോളിസം പ്ലസ് കാറ്റബോളിസം. ഈ ഡൈജഷൻ എന്ന് പറയുന്നത് കാറ്റബോളിസം ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. ഓക്കെ, അത് കാറ്റബോളിസം ആണ്. ഇനി അടുത്താണ് സർവൈവൽ. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ നമുക്കൊരു സർവൈവൽ എനർജി വേണം, അല്ലേ? നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ, ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടി, ലങ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി. അതിനാണ് BMR എന്ന് പറയുന്നത്, നമ്മുടെ സർവൈവൽ എനർജി എന്ന് പറയുന്നത്. BMR കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇനി ഇതിന് 3 പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കാലറി ഇൻ ആൻഡ് കാലറി ഔട്ട്. അതിന് 3 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിക്കുക, കാലറി ചിലവാക്കുന്നത് കുറച്ച് മാത്രം, അതായത് സർപ്ലസ് കാലറി. അതാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുക. വെയിറ്റിൻ്റെ കാര്യം മാത്രമാണ് എടുക്കുന്നത്, മസിലോ ഫാറ്റോ ഒന്നുമില്ല. ഓക്കെ, സർപ്ലസ് കാലറി എന്നാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ എന്ന് പറയുക. ഇനി നമ്മൾ എടുക്കുന്ന ഭക്ഷണം കാലറി ഡെഫിസിറ്റ് ആവുക, പക്ഷേ ചിലവാക്കുന്ന ഒത്തിരി കൂടുതൽ, കാലറി ഔട്ട് പോകുന്നത് ഒരുപാട് ചിലവാകും. അതിനാണ് എന്താ വെയിറ്റ് ലോസ് എന്ന് പറയുക. ഇനി നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണം ചിലവാക്കുക, അതാണ് മെയിൻറ്റെയിൻസ് കാലറി എന്ന് പറയുന്നത്, മെയിൻറ്റെയിൻ വെയിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ എത്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ചിന്തിക്കണം, ഇങ്ങനെയാണോ ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഒരു കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ബാക്കി കാണും. പറയുകയാണെങ്കിൽ 100% നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലാണ്, കാലറി ഇൻ എന്നും കാലറി ഔട്ട് ചെയ്യുന്നതനുസരിച്ചാണ്. പക്ഷേ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ മസിൽ ബിൽഡ് അല്ല ചെയ്യുക, ഫാറ്റ് ബിൽഡാണ് ചെയ്യുക. നിങ്ങൾ റോങ് ആയിട്ടുള്ള ഫുഡാണ് കുറയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ മസിൽ ഗെയിനിന് പകരം മസിൽ ലോസ്, ഫാറ്റ് ലോസിന് പകരം നിങ്ങൾ മസിൽ ലോസ് ആണ് ചെയ്യുക. അപ്പം എല്ലാം നിങ്ങളുടെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് മസിൽ ഗെയിൻ ചെയ്യുക, ഫാറ്റ് ലോസ് ചെയ്യുക. ഇനി കാലറി ഇന്നും കാലറി ഔട്ടും ആരാണ് തീരുമാനിക്കേണ്ടത്? ഒരു നോർമൽ പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയാണോ ഡിസൈഡ് ചെയ്യുക? ഓക്കെ, എല്ലാ ഹ്യൂമനും, എല്ലാ ആനിമൽസ്, ഇപ്പോൾ നിങ്ങൾ പുല്ല് തിന്നുന്ന പശുവിനെടുത്തോ, അല്ലെങ്കിൽ മീറ്റ് തിന്നുന്ന വൈൽഡ് ആനിമലിനെടുത്തോ, എല്ലാവരെയും കാണാൻ ഒരേപോലെയുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മാത്രം 10 രീതിയിൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് റോങ് ആയതുകൊണ്ടാണ്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ട ഫുഡാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യനും കാണാൻ ഒരുപോലെ ആയിരിക്കും. പണ്ട് വേട്ടയാടി ജീവിച്ചിരുന്ന ആൾക്കാരെ നിങ്ങൾ കാണാറില്ലേ? അവരെല്ലാവരും കാണാൻ ഒരുപോലെ ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഫുഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫാറ്റ് പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും കാണാൻ ലീൻ ആൻഡ് മസ്കുലർ ആയിരിക്കും. കാരണം അതാണ് നമ്മുടെ ബോഡി ഷേപ്പ്. ഓൾ ദ ഹ്യൂമൻസിന്റെ ബോഡി എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിലാണ്, ലീനായിരിക്കും. മസ്കുലർ ആവുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങൾ എടുക്കുന്ന ആക്ടിവിറ്റി അനുസരിച്ച്. ഓക്കെ, ഒരു മീഡിയം സൈസ് ആയിരിക്കും എല്ലാവരും കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എടുക്കുന്ന റോങ് ഫുഡാണ് നിങ്ങളുടെ ശരീരത്തെ 10 രീതിയിലാക്കുന്നത്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.